ഇപ്പോൾ ലൈവിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറയുക, ജിൻഡോപ്പൻ്റെ ഒരു അടിപൊളി ടാസ്ക്. ഒന്നും പറയാനില്ല, ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിട്ട് കാണുന്നൊരവസ്ഥയായിരുന്നു. എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞാൽ ശ്വാസം നിന്ന് പോയെന്ന് തോന്നുന്നു കുറേ നിമിഷങ്ങൾ. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഒരിക്കലും വിചാരിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ ജിൻഡോ എങ്ങനെയെങ്കിലും ഗെയിമിലൊന്ന് ജയിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ പുറത്തു വരുമോയെന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വെറുതെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ അവരെ മാത്രം എടുത്തു വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പം അത് ഇട്ടിട്ട് ഒരു 10 പേര് കണ്ടില്ലേ, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം നോക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അഭിഷേകിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ. അഭിഷേക് എന്താ പറയുക, ഈക്വലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു ജിൻഡോപ്പൻ എന്താ ചെയ്യുക എന്നൊരു ഭയങ്കര അറിയില്ല, അത് പറഞ്ഞറിയില്ല, അത് എത്ര ഫീലിൽ ആയിരുന്നു. പിന്നെ അത്രയും കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ എന്താകുമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ടെൻഷൻ അടിച്ചിട്ട് മിണ്ടാനെടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കണ്ട ഹസ്ബൻഡാണെങ്കിലും മോനാണെങ്കിലും അതേ ഒരു ഫീലിൽ ശ്വാസം മുട്ടുന്നത് ചിലപ്പോൾ ഞങ്ങൾക്കായിരിക്കും, അതേ ഒരു ഫീലിലാണത്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അത്രയേറെ അടിപൊളിയായിട്ട് ജിൻഡോപ്പൻ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ കണ്ണിലൊന്ന് കണ്ടാൽ മതിയായിരുന്നു. എന്താ പറയുക, ഇനിയിപ്പോൾ ഇത് ലൈവിൽ നിന്ന് മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലായാൽ മതിയായിരുന്നു ഒന്ന് എന്താണെന്നുള്ളത്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ എന്താ പറയുക, ഇതിപ്പം ഫസ്റ്റത്തെ ഒരു പെഡസ്റ്റൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തേലേക്ക് വന്നപ്പോൾ ആണ് കൂടുതൽ കൺഫ്യൂഷൻ ആയത്. അപ്പം ജിൻഡോപ്പൻ്റെ ആ ഒരു എന്താ പറയുക തൊട്ടിൽ പോലത്തെ സംഭവം നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്, എന്താകുമെന്നൊരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഒരു ടെൻഷൻ ദൈവം അറിഞ്ഞിട്ടാണ് എന്തോ, ജിൻഡോപ്പൻ്റെ ഒരു മനസ്സറിഞ്ഞിട്ടാണ് എന്തോ, അതും സെറ്റായിട്ട് ചെയ്യാൻ പറ്റി. ഒന്നും പറയാനില്ല, ഇത്രയിടം വരെ ജയിച്ചാൽ മതി, ഇനി ഒന്നും ചെയ്യേണ്ട, അവിടം വരെ നിന്നാമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ജിൻഡോയുടെ ഒരു മനസാന്നിധ്യം, അതൊന്നുകൊണ്ട് മാത്രം ഏറ്റവും സെറ്റായിട്ട് കളിക്കാൻ പറ്റി. അത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, ഇത് കാണുമ്പോൾ ഇവിടെ എൻ്റെ കണ്ണ് നിറയാണ്. അത്രയേറെ എന്താ പറയുക, അത്രയേറെ സന്തോഷമായിട്ടുണ്ട്. അത് ആ വെക്കുന്നൊരു സീനുണ്ടല്ലോ, അപ്പം മുടിയനുണ്ട്, സിജയൊക്കെ കൈ കൊട്ടുന്നു, എല്ലാവരും അടിപൊളിയായിട്ട് കൈ കൊട്ടുന്നു. അപ്പോൾ ഇനിയിപ്പം നോറ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഇത് കാണുമ്പോഴൊരു രോമാഞ്ചം അത് ഒരുപാട് വലുതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത്ര അടിപൊളി ഒരു വീഡിയോ വരുമ്പോൾ ഒരു എന്താ പറയുക, ഇതുപോലൊരു അഡ്വർടൈസ്മെൻ്റ് തന്നെ എനിക്ക് ഇറക്കി കയറുന്നത്. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത കുറച്ച് നേരം ഒന്ന് നിന്നു, അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇപ്പം എന്താണെങ്കിലും ജിൻഡോപ്പൻ സെറ്റായിട്ട് ചെയ്ത് ആ ഒരു ബസ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ വീണു. എന്താ പറയുക, ഒന്നും പറയാനില്ല, ഒരുപാട് സന്തോഷം.